ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിവരുന്ന വംശഹത്യക്ക് ഇന്ന് ഒരാണ്ട് തികയുമ്പോൾ വിഷയത്തിൽ ഇന്ത്യ ആരുടെ പക്ഷത്താണ്? ഇന്ത്യയുടെ രൂപീകരണം മുതൽ ഫലസ്തീനൊപ്പം നിന്നിരുന്ന രാജ്യം നിലപാട് എന്തിനാകും മാറ്റിയിട്ടുണ്ടാകാം? ഇന്ത്യ മൗനം തുടരുമ്പോൾ നേട്ടമാകുന്നത് ആർക്ക്? കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? വാസ്തവത്തിൽ ഫലസ്തീൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണെന്നതാണ് ചരിത്രം പറയുന്നത്. ഇവിടെ ഒട്ടകമായ ഇസ്രായേൽ ഫലസ്തീൻ ജനതയെ അവരുടെ മണ്ണിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ് ചരിത്രം. അന്നു മുതൽ ഫലസ്തീൻ മണ്ണ് അറബികളുടേത്, അതായത് ഫലസ്തീൻ ജനതയുടേത് ആണെന്ന് പറയുന്ന പ്രമുഖ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതാണെന്ന പോലെ, ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതാണെന്ന പോലെ ഫലസ്തീൻ അറബികളുടേതാണ് എന്ന പ്രസിദ്ധമായ വാചകം കേട്ടിട്ടില്ലേ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണിത്. ഇന്ത്യ ആർക്കൊപ്പമായിരുന്നെന്ന് പറയാൻ ഇതിലും മികച്ച വാക്കുകൾ ആവശ്യമില്ലല്ലോ. ഫലസ്തീനെ ഇല്ലാതാക്കി ഇസ്രായേൽ സ്ഥാപിച്ചതിനെ എതിർത്ത അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇസ്രായേൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട 1947 181 പ്രമേയത്തെ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അറബികൾക്കും ജൂതർക്കും തുല്യാധികാരമുള്ള ഫെഡറൽ രാജ്യമെന്ന ആശയമായിരുന്നു നെഹ്റു മുന്നോട്ട് വെച്ചത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ചെയർമാനും വിമോചന നേതാവുമായ യാസർ അറഫാത്തുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി തൻ്റെ മൂത്ത സഹോദരിയാണെന്നായിരുന്നു യാസർ അറഫാത്ത് പറഞ്ഞത്. അവർ തമ്മിലുള്ള സൗഹൃദം ഇന്ത്യയും ഫലസ്തീനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ തെളിവാണ്. ഇന്ദിരയുടെ ഭരണകാലത്ത്, അതായത് 1974 PLOയെ അംഗീകരിച്ച ആദ്യ അറബിതര രാജ്യമാണ് ഇന്ത്യ. അടുത്ത വർഷം ഡൽഹിയിൽ PLOക്ക് ഓഫീസ് തുറക്കാനും ഇന്ദിര സർക്കാർ അനുമതി നൽകി. ഇരകൾക്കൊപ്പമാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ദിരയും ഇന്ത്യയും. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടെ ഇന്ത്യ അതിൻ്റെ നിലപാടിൽ നിന്ന് പൂർണ്ണമായി പിന്നോട്ട് പോയി. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യ ഒക്ടോബർ 7 ഹമാസിന്റെ പ്രതിരോധ പോരാട്ടം ഞെട്ടലുണ്ടാക്കി എന്നാണ് പ്രതികരിച്ചത്. ഒപ്പം ഇന്ത്യ അന്ന് പരസ്യമായി ഇസ്രായേൽ അനുകൂല നിലപാടെടുക്കുകയും ചെയ്തു. എക്സിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കാര്യങ്ങൾ അവിടെയും തീർന്നില്ല. ആയിരങ്ങൾ മരിച്ചു വീണ ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN പൊതുസഭയുടെ പ്രമേയത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് മോദി സർക്കാർ വിട്ടുനിന്നു. കുറ്റകരമായ മൗനത്തിലൂടെ ഇന്ത്യ ഇസ്രായേൽ കുറ്റവാളികൾക്കൊപ്പം ചേരുകയാണ് ഉണ്ടായത്. രാജ്യത്തിൻ്റെ പരമ്പരാഗത നിലപാടാണ് മോദി സർക്കാർ ഇതുവഴി അട്ടിമറിച്ചത്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പോലും വേണ്ടെന്ന് ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്ന ഇന്ത്യയുടെ അടുത്ത സുഹൃത്തും വ്യാപാര പങ്കാളിയുമാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. റഷ്യയും ഫ്രാൻസും കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. ചുരുങ്ങിയ കാലയളവിലാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇത്രയും ശക്തമാകുന്നത്. 2017 ഇസ്രായേൽ സന്ദർശിച്ച് തൻ്റെ കൂറും നരേന്ദ്രമോദി തെളിയിച്ചിരുന്നു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചവിട്ടാതിരുന്ന മണ്ണിലാണ് അന്ന് ആദ്യമായി മോദി എത്തിയത്. ഇതിന് പിന്നാലെയാണ് ഫലസ്തീനൊപ്പം എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് അട്ടിമറിക്കപ്പെടുന്നത്. വിഷയത്തിലെ ഇന്ത്യയുടെ നിലപാടിനെതിരെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ വിമർശനം ശക്തമായതോടെ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മറുവശത്ത് അപ്പോഴും ഇസ്രായേലിൻ്റെ സുഹൃത്ത് തന്നെയാണ് മോദി സർക്കാർ. ഒരേ സമയം വേട്ടക്കാരനും ഇരക്കുമൊപ്പം നിൽക്കുക എന്നത് പൊള്ളയായ കാര്യമാണ്. അമേരിക്കയെപ്പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ ഇസ്രായേലിനെ തലോടിക്കൊണ്ടുള്ള എതിർപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുന്നുള്ളൂ.